അച്ഛാ ഒന്ന് ആലോചിച്ചു നോക്കിയേ. വേലികളില്ല, കാവൽക്കാരില്ല, ഒരു നിയമവും എഴുതിവെച്ചിട്ടില്ല. എന്നിട്ടും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സംരക്ഷിക്കപ്പെടുന്ന കുറേ വനങ്ങളുണ്ട്. അതിനെ കാക്കുന്നതെന്താണെന്നോ? വെറും വിശ്വാസം. അതെ, വിശ്വാസം മാത്രം. അപ്പോ ഈ നിഗൂഢമായ ജീവനുള്ള ക്ഷേത്രങ്ങളുടെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് യാത്രചെയ്യുന്നത്. ദേ, ഈ ഒരു ചിത്രം കണ്ടോ? ഒരു കാടിന്റെ ഹൃദയത്തിൽ പ്രകൃതിയും മനുഷ്യന്റെ വിശ്വാസവും തമ്മിൽ അങ്ങോട്ട് ഒന്നായി ചേർന്ന പോലെ ഒരു ആരാധനാലയം. ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. നിയമപുസ്തകങ്ങളിലൊന്നും എഴുതിവെച്ചതല്ല, പകരം മനുഷ്യരുടെ മനസ്സിലും വിശ്വാസത്തിലും എഴുതപ്പെട്ട ഒരു സംരക്ഷണത്തിന്റെ കഥയാണിത്. നമ്മളെല്ലാവരും നാഷണൽ പാർക്കുകളെപ്പറ്റിയും വൈൽഡ് ലൈഫ് സാങ്ച്വറികളെപ്പറ്റിയുമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? വലിയ മതിലുകളും ഗാർഡുകളും നിയമങ്ങളും ഒക്കെയായിട്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു കാലം ഒന്നോർത്തു നോക്കൂ. അതിനും എത്രയോ മുൻപ് ഒരു സമൂഹം അവരുടെ വിശ്വാസം ഒന്നുമാത്രം കൊണ്ട് കാടുകളെ സംരക്ഷിച്ചിരുന്നു. അത്ഭുതം തോന്നുന്നില്ലേ? അതെങ്ങനെ സാധ്യമായി? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ തേടുന്നത്. അപ്പോ ഈ പറഞ്ഞ വിശ്വാസം കൊണ്ട് മാത്രം സംരക്ഷിക്കുന്ന വനങ്ങൾ എന്താണവ? അതിനൊരു പേരുണ്ട്: കാവ്. അതെ, കാവ്. പക്ഷേ ഇതിനെ വെറുമൊരു മരങ്ങളുടെ കൂട്ടമായിട്ട് കാണരുത് കേട്ടോ. ഓരോ കാവും ശരിക്കും പറഞ്ഞാൽ ഒരു ജീവനുള്ള ക്ഷേത്രമാണ്. അവിടെ നിയമങ്ങളൊന്നും എഴുതിവെച്ചിട്ടില്ല, പകരം തലമുറകളായിട്ട് അത് കൈമാറി വരുന്നു. അവിടുത്തെ കാവൽക്കാർക്ക് ശമ്പളമില്ല, പക്ഷേ അവർക്ക് ഭയമുണ്ട്, ഭക്തിയുണ്ട്. നമ്മൾ കേരളത്തില് ഇതിനെ കാവുകൾ എന്ന് തന്നെയല്ലേ വിളിക്കുന്നത്? ഈ വാക്ക് വന്നത് കാക്കുക എന്ന വാക്കിൽ നിന്നാണ്. ആ പേരിൽ തന്നെയുണ്ട് അതിന്റെ ഉദ്ദേശം, അതിന്റെ ധർമ്മം: പ്രകൃതിക്ക് കാവലായി നിൽക്കുക. ഓരോ കാവിനും അതിൻ്റേതായൊരു പ്രതിഷ്ഠയുണ്ടാകും. ചിലപ്പോൾ അത് ഭഗവതിയാകാം, അല്ലെങ്കിൽ ശാസ്താവ്, അതുമല്ലെങ്കിൽ മറ്റു പല മൂർത്തികളുമാകാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സർപ്പങ്ങളെയാണ്, സർപ്പക്കാവുകളാണ്. ഒരു പക്ഷേ മണ്ണും വെള്ളവും ജീവനും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധമില്ലേ, അതിൻ്റെ ഒരു പ്രതീകമായിട്ടായിരിക്കാം പണ്ടുള്ളവർ സർപ്പങ്ങളെ കണ്ടിരുന്നത്. നമ്മുടെ നാട്ടില് വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്: കാവ് തീണ്ടിയാൽ കുളം വറ്റും. കേട്ടിട്ടില്ലേ? ഇത് വെറുമൊരു പേടിപ്പിക്കാനുള്ള വാചകമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷത്തെ നിരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പാരിസ്ഥിതിക സത്യമാണത്. കാടുകൾ നശിപ്പിച്ചാൽ വെള്ളം വറ്റിപ്പോകുമെന്ന് നമ്മുടെ പൂർവികർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അത്രയല്ലോ. അപ്പോ ഈ വിശ്വാസത്തിന് പിന്നിലൊരു വലിയൊരു ശാസ്ത്രീയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ കാവുകൾ വെറും ആരാധനാലയങ്ങൾ മാത്രമല്ല, അവ അമൂല്യമായ ജൈവ വൈവിധ്യത്തിന്റെ, ബയോഡൈവേഴ്സിറ്റിയുടെ വലിയ കലവറകളാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലൊട്ടാകെ ഏകദേശം 1.5 ലക്ഷത്തോളം കാവുകളുണ്ടെന്നാണ് കണക്ക്. 1.5 ലക്ഷം! ഇതൊരു ചെറിയ സംഖ്യയല്ല. രാജ്യത്തുടനീളം പരന്നുകിടക്കുന്ന, ഒരു കേന്ദ്രീകൃത ഭരണവുമില്ലാത്ത ആയിരക്കണക്കിനു മിനി നാഷണൽ പാർക്കുകളുടെ ഒരു ശൃംഖല പോലെയാണിത്. ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സർവേ നടത്തി. അവിടെ കണ്ടെത്തിയ 452 കാവുകളിൽ വെറും ഒരെണ്ണം മാത്രമാണ് സർക്കാർ നേരിട്ട് നോക്കുന്നത്. ബാക്കിയെല്ലാം നോക്കുന്നത് അവിടുത്തെ കുടുംബങ്ങളും ട്രസ്റ്റുകളുമൊക്കെയാണ്. അപ്പൊ ആലോചിച്ചു നോക്കൂ, ഈ സംരക്ഷണ രീതി എത്രത്തോളം ജനകീയമായിരുന്നു, എത്രത്തോളം ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്ന്. ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. പല സർക്കാർ സംരക്ഷിത വനപ്രദേശങ്ങളെക്കാൾ കൂടുതൽ ജൈവവൈവിധ്യം ഈ കൊച്ചു കാവുകളിലുണ്ട്. അതിന്റെ കാരണമെന്താണെന്നോ? ഈ കാവുകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ വലിയ ഇടപെടലുകളൊന്നും ഇല്ലാതെ ആയിരക്കണക്കിന് വർഷം മുൻപ് എങ്ങനെയായിരുന്നോ വനം, അതിൻ്റെയൊക്കെ ഒരു ശേഷിപ്പാണ്. കാലം തൊടാത്ത ഭൂമിയുടെ ചെറിയ തുണ്ടുകൾ. ഈ കാവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് കുറച്ചുദാഹരണങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയൊരിനം ഒച്ചിനെ കണ്ടെത്തിയത് ഒരു കാവിൽ നിന്നാണ്. വംശനാശത്തിന്റെ വക്കിലുള്ള എത്രയോ മരങ്ങൾ ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ വളരുന്നു. നാട്ടുവൈദ്യന്മാർക്കു വേണ്ട അപൂർവ ഔഷധ സസ്യങ്ങൾ ഇവിടെയുണ്ട്. ചുരുക്കിപ്പറഞ്ഞാൽ ഇവ ശരിക്കും പ്രകൃതിയുടെ സ്വന്തം ലബോറട്ടറികളാണ്. പക്ഷേ ഇത്രയും അമൂല്യമായ, ഇത്രയും പ്രധാനപ്പെട്ട ഈ പാരമ്പര്യത്തിന് ഇന്ന് എന്ത് സംഭവിക്കുന്നു? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദുഃഖകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ പച്ചത്തുരുത്തുകൾ പതിയെ പതിയെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷം നിലനിന്ന ഒരു സിസ്റ്റം ഇന്നൊരു വലിയ ഭീഷണി നേരിടുകയാണ്. ഈ ചിത്രം നോക്കൂ. ജീർണിച്ച, വറ്റാരായൊരു കുളം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പഴഞ്ചൊല്ലോർമ്മയില്ലേ, കാവ് തീണ്ടിയാൽ കുളം വറ്റും എന്നത്? അത് അക്ഷരാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാകുന്നതിന്റെ നേർക്കാഴ്ചയാണിത്. കാവിനോടുള്ള ആ ഒരു വിശ്വാസം ഇല്ലാതാകുമ്പോൾ അതിലെ ജീവനും ഇല്ലാതാകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? കാരണങ്ങൾ പലതാണ്.
ഒരു വശത്ത് നോക്കിയാൽ നഗരവൽക്കരണം, ഭൂമിക്ക് വില കൂടുന്നത്, അങ്ങനെ പലതും. മറുവശത്ത് ഈ കാവുകളൊക്കെ നോക്കി നടത്തിയിരുന്ന കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതായി. പഴയ വിശ്വാസങ്ങളൊക്കെ പുതിയ തലമുറയ്ക്ക് ഒരു കെട്ടുകഥ പോലെയായി. പാരമ്പര്യം ആധുനികതയോട് പൊരുതി തോൽക്കുന്ന ഒരവസ്ഥ. ഇതിന്റെയൊക്കെ ഫലം എന്താണെന്നോ? പണ്ട് മനസ്സിലുണ്ടായിരുന്ന ഭയത്തിന്റെയും ഭക്തിയുടെയും ഒരു അദൃശ്യമായ വേലിയുണ്ടായിരുന്നല്ലോ, ആ വേലി പൊളിഞ്ഞുപോയി. അപ്പൊ പിന്നെ എന്തു വേണം? അതിനു പകരം ഇന്ന് നമ്മൾ കല്ലും കമ്പിയും വെച്ച് യഥാർത്ഥ വേലികൾ കെട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ ഇവിടെയാണ് നമ്മുടെ കഥയിൽ രസകരമായ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യത്തെ രക്ഷിക്കാൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിടത്തു നിന്ന് ഒരു സഹായം വരുന്നു. അതാണ് ശാസ്ത്രം. ഇതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന് മുന്നിൽ വന്ന ഒരു കേസ്. ഒരു സ്ഥലത്തെ ചൊല്ലി തർക്കം. ഒരാൾ പറയുന്നു അത് പണ്ടു മുതലേയുള്ള ഒരു കാവാണെന്ന്. പക്ഷേ കോടതിക്ക് വിശ്വാസം മാത്രം പോരല്ലോ, തെളിവുകൾ വേണം. അപ്പോ അവിടെ ഒരു വലിയ ചോദ്യം വന്നു. എന്താണ് ശരിക്കും ഒരു കാവ്? അതിനെ എങ്ങനെ ശാസ്ത്രീയമായിട്ടെന്ന് നിർവചിക്കാൻ പറ്റും? ഇവിടെയാണ് ശാസ്ത്രം അതിന്റെ റോളേറ്റെടുക്കുന്നത്. ഒരു വശത്ത് പഴയ വില്ലേജ് രേഖകളൊക്കെ എടുക്കുന്നു, മറുവശത്ത് പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങളും. എന്നിട്ട് രണ്ടും കൂടി ഒത്തുനോക്കുന്നു. തലമുറകൾ കൈമാറി വന്ന ആ കഥകൾക്ക് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഒരു സ്ഥിരീകരണം നൽകാൻ ശ്രമിക്കുകയാണ്. അപ്പോ ആ കേസില് എന്തായിരുന്നു കണ്ടെത്തലെന്നറിയാമോ? പുരാതനമായൊരു കാവും നാഗരാജക്ഷേത്രവുമൊക്കെയാണെന്നായിരുന്നു അവകാശവാദം. പക്ഷേ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടതോ? കാര്യമായി ജൈവവൈവിധ്യമൊന്നുമില്ലാത്ത സാധാരണ ചെടികൾ മാത്രമുള്ള ചെറിയൊരു തുണ്ടുഭൂമി. അവിടെ ക്ഷേത്രമോ ആരാധനയോ നടന്നതിന്റെ ഒരു തെളിവുമില്ല. അപ്പോൾ മനസ്സിലായോ, ചിലപ്പോഴൊക്കെ യഥാർത്ഥ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ പോലും നമുക്ക് ശാസ്ത്രത്തിന്റെ സഹായം വേണമെന്ന്? ഇതിന്റെ അർത്ഥം പാരമ്പര്യം തെറ്റായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ല. മറിച്ച് ആ യഥാർത്ഥ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ, അതിനെ നിലനിർത്താൻ ഇന്ന് ശാസ്ത്രത്തിന്റെ ഒരു കൈ സഹായം കൂടി വേണമെന്നാണ്. പണ്ട് വിശ്വാസം കൊണ്ട് മാത്രം കാത്തുസൂക്ഷിച്ച ഈ പച്ചപ്പിന് ഇന്ന് ശാസ്ത്രം ഒരു പുതിയൊരു കവചം നൽകുന്നു. അപ്പോ ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. പാരമ്പര്യത്തെയും ശാസ്ത്രത്തെയും, ഈ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പൂർവികർ അവരുടെ വിശ്വാസം കൊണ്ട് സംരക്ഷിച്ച ഈ പ്രകൃതിയെ നമുക്ക് നമ്മുടെ അറിവുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയുമോ? ഒരുപക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും നമ്മുടെയെല്ലാം ഭാവി ഉണ്ടാവുക.